ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ ധ്യാനങ്ങളുമായിട്ട് കൂടി നടക്കുന്നു. യാത്രകൾ കേരളത്തിനും പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് ചെറുതും വലുതുമായ ധ്യാനങ്ങൾ അങ്ങനെ നടക്കി വചന പ്രഘോഷണത്തിൻ്റെ നല്ല തിരക്കിലാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള ധ്യാനങ്ങൾ നടത്തുന്നത് കൊണ്ട് കുറച്ചും കൂടെ അനുഭവങ്ങൾ മിക്കവാറും ഇന്ന് എനിക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? കൊച്ചു കേരളത്തിലെ മാത്രമല്ല, ഇങ്ങനെ കുടുംബങ്ങളൊക്കെ വിശാലമായി എല്ലായിടത്തും ഉള്ളവരുടെ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ കേൾക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിന്ന് നമുക്ക് പറയണമെന്ന് ഓർത്തൊരു കാര്യം, നമുക്കറിയാം ക്രൈസ്തവ കുടുംബം ദേവാലയം എന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ദേവാലയം ആകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ദമ്പതികൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് ഒന്നൊന്ന് ചർച്ച ചെയ്താലോ എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ വന്നത്. തീർച്ചയായിട്ടും ശരിക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുമെന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ച് കേൾക്കാറുണ്ട്. അച്ഛൻ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തേക്കുന്നത്? തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരു ലവ് വേവ്സ് ഉണ്ട്, സ്നേഹതരംഗങ്ങൾ. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി ഭർത്താവ് ഭാര്യയിലേക്കും ഭാര്യ ഭർത്താവിലേക്കും പേരൻസ് കുഞ്ഞുങ്ങളിലേക്കും പടരുകയാണ്. അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ശക്തിയിലാണ് ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധി, നമ്മുടെ യുക്തി, നമ്മുടെ സാമർഥ്യം. അപ്പം അതിനപ്പുറത്തേക്ക് എൻ്റെ വ്യക്തിപരമായ കഴിവുകളും ഒക്കെ പോയാലും കാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ കരുതലുണ്ടെന്നുള്ളൊരു ഉറപ്പാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുക. ഒരേ സമയത്ത് ഒരു കൂടി പ്രാർത്ഥിക്കുന്നു, കുറച്ച് പേര് ടി വി കാണുന്നു, കുഞ്ഞുങ്ങൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രാർത്ഥനയുടെ തരംഗങ്ങളില്ല, ക്രോസ് റേഡിയേഷൻ വരികയല്ല, അത് സ്കാറ്റേഡാണ്, ചിതറിപ്പോവും. ഒന്നിച്ച് മുട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു തരംഗം. അപ്പം അങ്ങനെ വരുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭർത്താവിന് കുറച്ചുകൂടെ ഭാര്യയെ ഉൾക്കൊള്ളാനുള്ള ക്ഷമ ലഭിക്കും. ഭാര്യയ്ക്ക് അല്പം കൂടെ ഒരു വിധേയത്വത്തോടെ പെരുമാറാനുള്ള ഒരു കൃപ ലഭിക്കും. പേരൻസിന് അല്പം കൂടെ കുഞ്ഞുങ്ങളെ ദൈവികമായ രീതിയിൽ കാണാനുള്ള കഴിവ് ലഭിക്കും. അല്ലെങ്കിൽ മാനുഷിക കാഴ്ചപ്പാടിലായിരിക്കും കമൻറ്റുകളും വിമർശനവും പ്രതികരണവും എല്ലാം വരിക. അപ്പം അതിൽ നിന്ന് മാറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം നല്ല മന ഐക്യം ഉണ്ടാവും. എന്തിനു ഒരുമിച്ച് ഫേസ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാകും. പിന്നെ ചെതറപ്പെടുകയല്ല, ദൈവത്തിൽ ഒന്നായി കഴിയുമ്പം ഒരു ഉറയ്ക്കാൻ്റെ ഗ്രൗണ്ടായി. പിന്നെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾ വരിക. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതാണ് പ്രാർത്ഥന കുടുംബത്തെ ബലപ്പെടുത്തുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഞാൻ അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളെ പറ്റി ആലോചിക്കുമായിരുന്നേ. അവിടെ ഈ ഭർത്താവ് ഭയങ്കര തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നയാളാണ്, പക്ഷെ ഭാര്യയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. നേരെ തിരിച്ചും കണ്ടിട്ടുണ്ട്, ഭാര്യ എല്ലാ ദിവസവും പള്ളിയിൽ പോയി എന്ത് വന്നാലും ജീവിതത്തിൽ ദൈവം നടത്തും എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ഭയങ്കര ദൈവാശ്രയതയുള്ള ഭാര്യ. പക്ഷെ ഭർത്താവ് അതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ഈസി ഗോയിങ് സ്റ്റൈല്. ഇങ്ങനെയുള്ള ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടില്ലേ? ഉണ്ട്, രണ്ട് വിധത്തിൽപ്പെട്ടവരുമുണ്ട്. പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത ഭർത്താവുണ്ട്, ഇഷ്ടമില്ലാത്ത ഭാര്യയുണ്ട്, നേരെ തിരിച്ചുമുണ്ട്. അപ്പം അവിടെ ആ കുടുംബത്തിൽ അതിൻ്റേതായ ഒരു കൃപയുടെ കുറവുമുണ്ട്. അത് കുഞ്ഞുങ്ങളെ ബാധിക്കും, കുടുംബത്തിൻ്റെ നടത്തിപ്പിനെ ബാധിക്കും. ഒരിക്കൽ വിവാഹിതനായ പുരുഷനെ സംബന്ധിച്ച് അവന് പ്രാർത്ഥന ഇഷ്ടമില്ലെങ്കിലും ഭാര്യയെയും മക്കളെയും പ്രതി പ്രാർത്ഥിക്കാൻ കൂടെ ഇരുന്ന് കൊടുക്കണം. കല്യാണം കഴിക്കുന്നവരെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സ്ത്രീയാണേലും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യയാണ്, അമ്മയാണ്, ഒരു കുടുംബത്തിൻ്റെ തലയാണ്, ഉത്തരവാദിത്വം കൂടുന്നു. ഇപ്പോഴും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഒരു മനസ്സ് ഭർത്താവും കാണിക്കണം, ഭാര്യയും കാണിക്കണം. അപ്പം അത് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയോടൊരു വിമുഖതയാവും. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ, അപ്പനും വേണ്ടി ഞങ്ങൾക്ക് എന്തിനാ, ആ രീതി കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, പറഞ്ഞു കേൾക്കാറുമുണ്ട്. അപ്പം അതൊരു അപകടമാണ്. പക്ഷെ അവിടെ ഇഷ്ടമില്ലെങ്കിൽ പോലും എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് മാതാപിതാക്കളെ വിട്ട് എന്നുള്ള വാക്ക്. അപ്പനെയും അമ്മ മറന്നല്ല, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിരുന്ന കാലത്ത് ആർജിച്ച സ്വഭാവങ്ങളെ ഞാൻ വിടണം. അല്ലാണ്ട് അപ്പനെയും അമ്മയും മറന്നെന്നുള്ളതല്ല, പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ആർജിച്ചിരുന്ന ചില സ്വഭാവങ്ങൾ അത് ഉപേക്ഷിക്കണം. മദ്യപാനമാകാം, പുകവലിയാകാം, മയക്കുമരുന്നാകാം, ജടികമായ ബലഹീനതകളാകാം, പലതും ആകാം. ഒരുപക്ഷെ പള്ളിപ്പോക്കില്ല, പ്രാർത്ഥനയിൽ, അതെല്ലാം വിടണം. വിട്ടിട്ട്
ഒരു പുതിയ ദൈവ ധ്രുവത്തിലേക്ക്, ദൈവിക ദിക്കിലേക്ക് യാത്ര ചെയ്യണം. ഇല്ലെങ്കിൽ കുടുംബത്തെ ബാധിക്കും. പക്ഷെ ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, പക്ഷേ പലരും ഇന്നത്തെ കുടുംബനാഥന്മാരും പറയുന്നത് കേട്ടിട്ടുള്ളത്, കുടുംബ സമാധാനത്തിന് ഇനി അവ പ്രാർത്ഥിക്കണ്ടെങ്കിൽ വേണ്ട, ഞാനത് വിട്ടു, കാരണം എത്ര പറഞ്ഞാലും നന്നാവില്ല, ഒരു കലഹം എന്തിനാ, വേണ്ട. അങ്ങനെയാണ് ചിലരൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാതെ നന്നായി നേരെ തിരിച്ചെന്ന ഹസ്ബൻഡിന് ഇത് ഇഷ്ടമാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്നുള്ളതല്ല. എന്നെ കൂടുതൽ നിർബന്ധിക്കേണ്ട, ഞാൻ നന്നാവില്ല, വേണേൽ മക്കളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കുമ്പസാരം അതൊക്കെ നിങ്ങൾ വേണേൽ നടത്തിക്കോ. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരെ ഒന്ന് വീഴിക്കാൻ എന്താ ചെയ്യുക? അല്ല, ചിലരെ ദൈവം തൊട്ടാലേ വീഴുള്ളൂ. കറക്റ്റ്. അത് നമ്മൾ പക്ഷേ ആ സമയത്ത് മാനുഷികമായി ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. ലാസറിൻ്റെ കല്ലറയിൽ നിന്നും ക്രിസ്തു പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയിൽ നോക്കി ലാസറെ പുറത്ത് വരിക. ആ ക്രിസ്തുവിന് വേണേൽ തന്നെ ഒരു നിമിഷം കൊണ്ട് കല്ലും മാറ്റാം, ശീലയടിക്കാം, എല്ലാം കഴിഞ്ഞ് വളരെ ഫ്രഷായിട്ട് ലാസറിനെ പുറത്ത് കൊണ്ടുവരാം. പക്ഷേ മനുഷ്യൻ ചെയ്യാനുള്ളത് ചെയ്യണം. നീ കല്ലുരുട്ടി മാറ്റണം, നീ ബന്ധനത്തിന് തിരശ്ശീല അയക്കണം, ബാക്കി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഭർത്താവ് പ്രാർത്ഥിക്കാതെ പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് വിടുകയല്ല. എന്നെ പറ്റുന്ന പോലെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞു വിടിക്കണം. ഭർത്താവ് ഭാര്യയോടും പറയണം, ഭാര്യ ഭർത്താവിനോടും പറയണം. സ്നേഹപൂർവമായ നിർബന്ധം, പാഠം പഠിപ്പിക്കാൻ വേണ്ടിയോ കൊച്ചാക്കാനോ തോന്നരുത്. എന്നെ നിർബന്ധിക്കുന്ന സ്നേഹം, പൗലോസ്ലീഹ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധം ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. അത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചില്ലേ, അവസാനം ദൈവത്തിൻ്റെ വഴി, ഓക്കെ, അത് പക്ഷേ നമ്മൾ പറയാതിരിക്കരുത്. പറഞ്ഞിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി അത് ആളുടെ നിശ്ചയം, ലോട്ട്, അങ്ങനെ വിടാനേ പറ്റുള്ളൂ. ഈ മക്കളുടെ കാര്യത്തിൽ ഈ മാതാപിതാക്കൾ ഒന്നിച്ച് ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന പല പേരൻസിനെയും കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ചില ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ചില കുറവുകളൊക്കെ മാറിപ്പോകുന്നതായിട്ടും മക്കൾക്ക് ഒത്തിരി ഗ്രേസ് കിട്ടുന്നതായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ അച്ഛൻ ഒത്തിരി ഫീൽ ചെയ്തിട്ടില്ലേ? ശരിക്കും അതായത് മക്കളുടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് അല്ലേ? തീർച്ചയായിട്ടും. അതെ, നമ്മൾ ഈ അച്ഛന്മാർ ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലും ഒപ്പം ശുശ്രൂഷാ പൗരോഹിത്യത്തിലും പങ്കെടുക്കുന്നു. കുടുംബജീവിതക്കാർ രാജകീയ പൗരോഹിത്യത്തിൽ ഭാഗവതം വഹിക്കുന്നു കൂദാശയിലൂടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അപ്പവും വീഞ്ഞു വെളുക്കുന്ന കൈകൾ തലയിൽ വെച്ചാൽ ഒരു പ്രത്യേക ശക്തി കിട്ടുമെന്നുള്ള ദൈവജനത്തിന് വിശ്വാസമാണ്. ശുശ്രൂഷാ പൗരോഹിത്യമുണ്ട്, ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, അതിലാണ് ആ പ്രാർത്ഥന അങ്ങനെ കേൾക്കുന്നത്. അതേ അധികാരം പേരൻസിന് മക്കളുടെ മേലുണ്ട്, നാട്ടുകാരുടെ മേലില്ല. നാട്ടുകാരുടെ മേലെ ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയ വൈദികനേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ആശംസിച്ച് പ്രാർത്ഥിക്കാം, പക്ഷേ ആ ആധികാരികത നമ്മൾ വിശ്വാസത്തിൽ പുരോഹിതം കൈവെക്കണം, പട്ടം കിട്ടിയത് കൈവെക്കുമ്പോഴാണ്. പക്ഷേ സ്വന്തം ഭാര്യയുടെ മേൽ ഭർത്താവിന് കൈവച്ച് പ്രാർത്ഥിക്കാം, ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പുറത്തു പോകുമ്പം ഭാര്യ വണ്ടിയുടെ ചാവി മേടിച്ചിട്ട് ആ ചാവിയിലും പ്രാർത്ഥിച്ച് ഭർത്താവിന് നെറ്റി കുരിശും വരച്ച് വിടുമ്പം ആ പ്രാർത്ഥനയ്ക്കൊരു പവറുണ്ട്. അതുപോലെ ഭാര്യ അടുക്കള കാപ്പിയാനത്താൻ പോവുക, വെളുപ്പിനെ പോകുമ്പോൾ ഭർത്താവ് നെറ്റിയിൽ ഒരു കുരിശ് വരച്ചാൽ അതിനൊരു ശക്തിയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ, പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ മേലെ അപ്പനും അമ്മയും കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർക്കൊരു ദൈവീക ശക്തി ആ പേരൻസിൽ നിന്ന് അവർ ജനിപ്പിച്ച മക്കളിലേക്ക് ലഭിക്കും. അപ്പം ആ ഒരു പ്രാർത്ഥനാന്തരീക്ഷവും ഒഴിപ്പിപ്പോയ മക്കളാണ്. അപ്പനും അമ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഉറങ്ങി കിടക്കുമ്പോൾ മുറിയിൽ ചെന്ന് രണ്ടുപേരും കരം കോർത്ത് ഉറങ്ങി നിന്ന കുട്ടിയുടെ മേൽ കരങ്ങൾ നീട്ടി വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതിന് പ്രത്യേക പവറുണ്ട്. കാരണം അവർ ദൈവത്തിൽ നിന്ന് അവരിലേക്ക് വിവാഹമെന്ന കൂദാശയിലൂടെ വന്ന ശക്തി അവർ കുഞ്ഞുങ്ങളിലേക്ക് പകരുകയാണ്. ആ ശക്തി പാർട്ട്നേഴ്സ് തമ്മിലും പകരുക. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് പരാതി ആവലാതിയും പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളിൽ സ്ഥായിയായ വ്യതിയാനം വരും, അതിന് ശക്തിയുണ്ട്. ഞാൻ വേറൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, ഭയങ്കര ഭക്തിയാണ്. കൊച്ചു മക്കൾ പ്രത്യേകിച്ചും കുരിശ് വരയ്ക്കുമ്പോഴും പള്ളിയിൽ പോകുന്ന കാര്യത്തിലൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇവരുടെ ഭക്തിയും പോകും, ഇവർക്കൊരു താല്പര്യവും ഇല്ല, ഇങ്ങനെ കുറേ സിറ്റുവേഷൻസൊക്കെ വരുമല്ലോ, അത് അവരുടെ പ്രായത്തിൻ്റെയാണ്. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് നല്ല ദേഷ്യവും വരും, എനിക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ? അത് നമ്മൾ ഓർക്കാൻ ഇത്രേ ഉള്ളൂ. ഈ ഏജ് മാനസികമായ ചേഞ്ച് മനുഷ്യന് വരുത്തും.
ഒരു 5-ാം വയസ്സിലെ ഞാനല്ലല്ലോ 15-ാം വയസ്സിൽ, 15-ലെ ഞാനല്ല 45-ാം വയസ്സിൽ, 45-ലെ ഞാനല്ല 75-ാം വയസ്സിൽ ചേഞ്ച് വരും. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാലഘട്ടത്തിൽ മക്കളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. അതങ്ങനെ ഉൾക്കൊണ്ടാൽ മതി. മാറ്റം വരുന്നുള്ള ഉറപ്പില്ലങ്ങ് അതങ്ങ് ഉൾക്കൊള്ളുക. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് അത് മാറി വരും. കാരണം കുഞ്ഞുനാളിൽ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കുന്ന പലതും ചെറിയ വിത്ത് പോലെ മനസ്സിൻ്റെ കോണി കുഞ്ഞുങ്ങൾക്ക് കിടക്കും. അവരുടെ പ്രതികരണം പല വിധത്തിലാണെങ്കിലും ഒരു ആത്മീയമായ ദർശനം പലതിലും വരാൻ പിൽക്കാലത്ത് അത് സഹായിക്കും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി തടച്ചു വളർന്ന രാജ്യങ്ങളിൽ അതങ്ങ് മങ്ങി സെക്കുലറിസം വർദ്ധിച്ചു വന്നു. നോർവേ, സ്വീഡനൊക്കെ പോലുള്ള ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച്. പക്ഷെ അവിടെ നല്ല ക്രൈസ്തവ മൂല്യമുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം. ഇപ്പം പലരും പറയും, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒന്നുമില്ലാതെ ഇവർക്കിതൊക്കെ ഉണ്ടല്ലോ. അതെവിടെ നിന്ന് കിട്ടിയതാ? ഒരു തലമുറയുടെ മനസ്സിൽ അന്നത്തെ പേരൻസ് പാകിയതാ. ഇനി ഇതുപോലെ ആകണമെന്നില്ല. ഒരു 25 വർഷം കഴിയുമ്പോൾ പരാജയം വ്യക്തികളോ. അപ്പോൾ നിങ്ങൾ അപ്പനമ്മമാർ പാകുന്ന വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ആ വിത്ത് മനസ്സിൽ ശരിക്കും കിടക്കും. തീർച്ചയാണ് അച്ഛൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പപ്പായും അമ്മച്ചിയൊക്കെ എനിക്ക് തന്ന ഒരു വിശ്വാസം, എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പം അവരന്നങ്ങനെ പഠിപ്പിച്ചല്ലോ, അങ്ങനെ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം എന്നൊരു തോന്നലൊക്കെ തീർച്ചയായിട്ടും വരുമല്ലോ. ഞാൻ ഇപ്പം വേറൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം ഭാര്യയെ ഭർത്താവ് ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്നതും ജോലി വിദേശത്തുള്ളവരും ഒക്കെയുണ്ട്. ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ ഒന്നിച്ച് നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? മനസ്സാണ് പ്രധാനം എന്നറിയാം, പക്ഷേ എങ്കിൽ അവർക്ക് എങ്ങനെ അതൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ കാണാറുണ്ട്. ഇപ്പം അമേരിക്കയിൽ ചെല്ലുമ്പോഴേ ഫോണിലൂടെ കൊന്ത ഒരേ സമയത്ത് എല്ലാവരുടെയും ഫോൺ ഓണാണ്. അത് ഫ്രീ കോളായിട്ട് ഗവൺമെൻറ് സംവിധാനമുണ്ട്. ഒരു കാലിഫോർണിയയിലെ ഭർത്താവും ചിക്കാഗോയിലെ ഭാര്യയും ഇരിക്കുന്നു. കേരളത്തിലെ ഭർത്താവും അമേരിക്കൻ നേഴ്സായ ഭാര്യയും ഒരേ സമയത്ത് ഈ ഫോണിൽ വരും. മറ്റുപത്താനോ ചോദിക്കും, അങ്ങനെയുണ്ട്, പശുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പനങ്ങനെ അമ്മനെയുണ്ട്, നമ്മൾ പ്രാർത്ഥന തുടങ്ങിയാലോ. പിന്നെ ആരംഭിക്കും. അമേരിക്കയിൽ നന്ദി നിറഞ്ഞ് പറയാം, കൊച്ചിയിൽ നിന്ന് പരിശുദ്ധം പറയാം. അപ്പം കാലിഫോർണിയയിൽ എത്രയുള്ള മാതാവേ, ശ്രീലങ്കയിൽ നിന്ന് മനസ്സാപ്രകരണം, ഇതെല്ലാം വരും. അതായത് നമ്മൾ ഈ മോഡേൺ മീഡിയ വന്നതുകൊണ്ട് കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് വന്നൊരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ആ സമയത്തൊരു ഓർമ്മയാണല്ലോ. ദൂരെയാണേലും എൻ്റെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തരംഗം അങ്ങ് ദൂരെയുള്ള എൻ്റെ ഭാര്യയിൽ ചെല്ലുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ അല്പസമയത്തേക്ക് കൂട്ടി അണക്കുന്നു. ഇപ്പോൾ എല്ലാം സംവിധാനമുണ്ടല്ലോ. അപ്പോൾ അവർ ഒരു നിമിഷം നമ്മളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് വീട്ടിൽ വരാൻ പറ്റിയില്ല, ഇന്നത്തെ ഒരു കോമൺ ഫോറമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളെയും കാണുന്ന അവരൊന്നിച്ച് ദിവ്യബലിക്ക് പങ്കെടുക്കുന്ന കാണാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കൊന്ന് ആധ്യാത്മികമായി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, എല്ലാവരും ഒന്ന് ചേർന്ന് പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. കാരണം ചിലപ്പം രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഒന്നിച്ച് കൂടാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നത്, നമ്മൾ സന്ധ്യാപ്രാർത്ഥന എന്നാണല്ലോ പറയുന്നത്. ഇപ്പം അമേരിക്കയിൽ രാത്രിയാണെങ്കിൽ കേരളത്തിൽ പകലായിരിക്കുമല്ലോ. സത്യത്തിൽ ആ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണോ? അതായത് ഈ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത്, പക്ഷികൾ വൈകുന്നേരം 7 മണിയാകുമ്പം ഒരു സ്വരം കേൾപ്പിച്ച് ചിലകളിൽ ചേക്കേറും പക്ഷി. വെളുപ്പിന് 5:30 ആകുമ്പം കാക്കയൊക്കെ കാറിക്കൊണ്ട് പ്രഭാത ദൗത്യങ്ങളത് ആരംഭിക്കും. അപ്പം സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദിവസത്തെ അധ്വാനത്തിന് ശേഷം ഏത് രാജ്യത്താണെങ്കിലും കൂടുന്ന സമയമാണ് ആ സന്ധ്യ. അത് രാജ്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ എല്ലായിടത്തും ഉണ്ട് ഒരു സന്ധ്യ, എല്ലായിടത്തും ഉണ്ട് ഒരു പുലരി. അപ്പം എവിടെയാണോ കൂടുതൽ ഫ്രീ ആയിട്ടുള്ള സൗകര്യം കിട്ടുന്നത്, ഇവിടുത്തെ സന്ധ്യയ്ക്ക് പുറത്തുള്ളവരെ ഒത്തുകിട്ടുമെങ്കിൽ ആ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം. അവിടുത്തെ സന്ധ്യയിൽ ഇവിടെയുള്ളവരെ കിട്ടുമെങ്കിൽ അവിടെ സന്ധ്യയാകുമ്പം ഇവിടെ വെളുപ്പിനെ ആയിരിക്കും 4-5 മണി. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനാ സംവിധാനം ക്രമീകരിക്കുന്നവരുണ്ട്, ക്രമീകരിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും. ഏറ്റവും ഉപരിയായിട്ടുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ടൈം ചെയ്തു ആയിക്കോട്ടെ, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനും ഓർക്കാനും. കാരണം ഓർക്കുമ്പോൾ ദൈവം ജീവിതത്തിലേക്ക് വരും. നമ്മൾ ഓർത്തിലേക്ക് ദൈവമില്ലല്ലോ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഓർമ്മയുടെ ഭാഗമാണ് ഒത്തുവരവ്. ക്രൈസ്തവ ജീവിതം ഓർമ്മയും ഒത്തുചേരലുമാണ്. കുർബാനയൊക്കെ അതല്ലേ, എൻ്റെ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഓർമ്മയും ഒത്തുകൂടലുമാണ്. അപ്പം അത് ഏത് സമയത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലത് രാത്രി 7-നും 9-നും ഇടയിലൊരു 25 മിനിറ്റ്. 9 കഴിഞ്ഞാൽ
ക്ഷീണം മൂലം ഉറക്കം വരും. 7-ന് മുമ്പ് ഒരുപാട് ജോലി വരും. 7-നും 9-നും ഇടയിലാണെങ്കിൽ ഒരുമാതിരി നമുക്കൊരു ഉണർന്നിരിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ നല്ലതാണ്. പിന്നെ ആഗോള തലത്തിലാണ് ദമ്പതികളും മക്കളും ഒക്കെ എന്നൊരിക്കൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ധാരണ എത്തി ഒരു സമയത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പറ്റിയില്ലെങ്കിൽ ഒരാളെങ്കിലും മറ്റേ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കളയാതിരിക്കുക എന്നുള്ളത്. അല്ലേ, പ്രാർത്ഥനയിൽ ഐക്യപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, കുഞ്ഞു മക്കളോടൊക്കെ ഇന്ന് മാതാപിതാക്കൾ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ച ഈശോ പെട്ടെന്ന് കേൾക്കും, അതുകൊണ്ട് അപ്പച്ചന് വേണ്ടി ഇന്നത് പ്രാർത്ഥിക്കണേ, അമ്മയുടെ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം അതൊരു നല്ല പ്രാക്ടീസ് അല്ലേ? മക്കൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു ട്രെയിനിങ് ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പറയുന്നൊരു പൊതു തത്വമാണ്, പിള്ള മനസ്സിൽ കള്ളമില്ല. ക്രിസ്തുവോടെ വരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കുവാൻ കള്ളത്തരമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. കാരണം നിഷ്കളങ്ക മനസ്സോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന് കാതറയ്ക്കാൻ പറ്റുകയല്ല, അത് ശ്രമിക്കും. അതുകൊണ്ടാണ് നിഷ്കളങ്കനായ ആബേലിൻ്റെ പ്രാർത്ഥന പോലെ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുമല്ലോ, നിഷ്കളങ്കനായ ആബേൽ, നീതിമാനായ ജോബ് നമ്മൾ പറയും. അപ്പോൾ ആ നിഷ്കളങ്കത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും അത് വളരെ സഹായമായിട്ട് മാറാറുണ്ട്. അത് ഉള്ളിൽ വഞ്ചനയും തന്ത്രവും ഇല്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. കാരണം കുഞ്ഞുങ്ങൾക്ക് കളങ്കം അറിയത്തില്ലല്ലോ. അവർ എന്നാ കണ്ടതും കണ്ടതുപോലെ പറയും രീതിയാണ്. ഞാനൊരു കൊല്ലവള എന്ന സ്ഥലത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കപ്പച്ചിൻ മിഷൻ ധ്യാനമാണ്. വീട് വെച്ചിരിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ഒരു കൊച്ചു ആൺകുട്ടി അമ്മയുടെ എളിയിലിരിപ്പോൾ ഇതുകൂടി ഊട്ടിപ്പിടി അച്ഛന്മാരെ കണ്ടിട്ടില്ല. കൊച്ചു ചോദിച്ചു, എന്നതാ അമ്മ ഇത്? അമ്മ പറഞ്ഞു, ഇതല്ല ഈശോയെ സ്തുതിയെല്ലാം പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് കൊച്ചു സ്തുതിയല്ലേ. ഞാൻ ഇറങ്ങി പോരുമ്പോൾ ഇളം വെയിലാണ്, നല്ല ഇളം പച്ച കോവയ്ക്ക കയറിൽ തൂങ്ങി കിടപ്പുണ്ട് പന്തലിൽ. ഞാൻ 5-6 ഇളം കോവയ്ക്ക പറിച്ച് കറുപടാ കടിച്ചു തന്നു. ഉടനെ കൊച്ചു അമ്മയോട്, നോക്കമ്മേ, ദാണ്ട് ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകണം. ഇതാണ് പിള്ളേരുടെ മനസ്സ്. പിള്ള മനസ്സിൽ കള്ളമില്ല. അപ്പോൾ ആ നിഷ്കളങ്കതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്ന് പറയാം. അതുപോലെ പറയും, വിശ്രമിക്കുന്ന പ്രായമായ കാരണവന്മാർ പ്രാർത്ഥിച്ചാലും കേൾക്കും. അത് അവർക്ക് എന്നാലും ദൈവവിചാരമല്ലാതെ മറ്റൊന്നും ഇല്ല. കുഞ്ഞുങ്ങൾക്കും ലോകത്തിൽ നന്മയൊന്നും ഉള്ളിലേക്ക് വന്നിട്ടില്ല. അപ്പം വാർദ്ധക്യത്തിലെ മനസ്സും കുഞ്ഞുങ്ങളുടെ മനസ്സും നിഷ്കളങ്ക മനസ്സുകളാണ് ആ സമയത്ത്. അപ്പം ആ പ്രാർത്ഥനയ്ക്കും ഒരു പ്രത്യേക അഭിഷേകം നമുക്കുണ്ടാകുന്നതാണ്. പക്ഷേ അതുപോലെ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഭയങ്കര എല്ലായിടത്തും പറയാറുണ്ട് അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു കാലമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ മറ്റ് പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ? നമ്മൾ ആരും ഒറ്റപ്പെട്ട ഒരു തുരുത്തല്ല. നമ്മുടെ ഇൻ്റർലിങ്ക്ഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അയൽബന്ധമാകാം, രക്തബന്ധമാകാം, ഒരുപക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാകാം. എല്ലായിടത്തും ഒരു റിലേഷൻഷിപ്പ് ഇന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അബ്രഹാം സോദോമും ഗൊമോറയും നശിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 50 നീതിമാന്മാരെ കണ്ടാൽ നീ നശിപ്പിക്കുകയല്ല. ദൈവം പറഞ്ഞു, ഓക്കെ, നശിപ്പിക്കുകയല്ല. 40 അതും ഓക്കെ. 30, 20, 10 പേരുണ്ടെങ്കിലോ ശരി. അങ്ങനെ പ്രാർത്ഥിച്ചതനുസരിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിൽ മാറ്റം വന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്കൊരു ആന്തരികമായ അഭിഷേകം കിട്ടും. ഒപ്പം ഈ പ്രാർത്ഥനാ തരംഗങ്ങൾ അങ്ങ് ദൂരെ ചെല്ലും. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന പോലെയാണ്. മഴ ഇങ്ങനെ വെള്ളം നീരാവായിട്ട് ഉയർന്ന് മേഘമായിട്ട് കെട്ടിക്കിടന്ന് മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. അതുപോലെ നമ്മുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മേഘമായിട്ട് കെട്ടിക്കിടക്കും. എന്നിട്ട് അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഓരോ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉയരുന്നു. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് ദൈവം വിരിച്ചു നിർത്തും. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. അതേത് സമയത്തും എപ്പോഴും എവിടെയും നമ്മൾ എന്ത് കണ്ടാലും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അമേരിക്കയിൽ വെടിവെപ്പുണ്ടായി, കുട്ടികൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ തായ്ലൻഡിൽ ഭൂമികുലുക്കം ഉണ്ടായി, പ്രാർത്ഥിക്കണം. അല്ലെ വലിയ വരൾച്ചയുണ്ട് ആഫ്രിക്കയിൽ, നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഒരു പരിധി വരെ ആ പ്രാർത്ഥനയുടെ തരംഗങ്ങൾ എല്ലായിടത്തും എത്തുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠം അതാണ്. അപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ശക്തിയുണ്ട്. ഇപ്പം ചിലർ പറയും
ക്രിസ്തു ഏക മധ്യസ്ഥൻ, പിന്നെ എന്തിനാ വിശുദ്ധരെ മധ്യസ്ഥ പ്രാർത്ഥന? അതിന് ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഒരു ജീവിതകാലത്ത് ഒരച്ഛനെ, സിസ്റ്ററിനെ, പ്രായമുള്ള അപ്പനെ, അമ്മയൊക്കെ വിശുദ്ധരെന്ന് വിശ്വസിക്കുന്നു, വിശുദ്ധിയാണെന്ന് കരുതി നമ്മൾ കാണുന്നു. മരിച്ചു കഴിയുമ്പം പട്ടിയും പൂച്ചയും കുഴിച്ചിട്ട് പോലെ കുഴിച്ചിട്ടതല്ല. നിൻ്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമിക്കുന്നതാണ് കല്ലറ. ആ കല്ലറയിൽ ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ കിടപ്പുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, അച്ഛാ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ മനുഷ്യ ശരീരത്തിൽ ഞാൻ ഈ ഭൂമിയെ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പം വിശ്വസിക്കുന്നവർക്ക് മരണശേഷം ഈ ശരീരം തമ്പുരാൻ്റെ സന്നിധിയിലുള്ള ഒരു ആത്മീയ ശരീരമാണ്. അപ്പം മരിച്ചു കഴിഞ്ഞും പറയുന്നു, ഭൂമിയിൽ പറഞ്ഞ അതേ ശരീരത്തോട് പ്രാർത്ഥിക്കണേ അൽഫോൻസാമേ, പ്രാർത്ഥിക്കണേ ഉപദേശിയാമേ, പ്രാർത്ഥിക്കണമേ മറിയന്തസ്യ, പ്രാർത്ഥിക്കണമേ ജാവറേച്ച. ഭൂമിയിൽ അവരോടൊക്കെ പ്രാർത്ഥന ചോദിച്ചതാണ്. ഇപ്പോൾ അവർ ദൈവത്തെ മുഖാമുഖം കാണുന്നു. അതാണ് പ്രാർത്ഥന. നമ്മൾ മരിച്ചുപോയി നമ്മുടെ പേരൻസിനോടൊക്കെ പറയൂല, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവരുടെ ഫോട്ടോ ഇരുന്നാൽ മതി. തിരുഹൃദയത്തെയും മാതാവിനെയും നോക്കുന്ന പോലെ ആ ഫോട്ടോയെ നോക്കിയിട്ട് പോകുന്നതും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾക്കെന്നും പ്രത്യേക ശക്തിയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ എന്തായാലും നമ്മൾ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാകണമെന്നാണല്ലോ പറയുക. അപ്പോൾ അടുക്കളയിൽ നിന്നാലും പ്രാർത്ഥിക്കാം, ജോലി സ്ഥലത്ത് നിന്നാലും പ്രാർത്ഥിക്കാം, എല്ലാം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഈ എപ്പിസോഡ് കണ്ടതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ കുറവുള്ള ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഊർജ്ജം അച്ഛൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം ജനിക്കും, ഉറപ്പാണത്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.